ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെഹന്തിയുടെ ക്ലാസ്സാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ. പിന്നെ ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലോ വാട്സപ്പിലോ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അറബിക് ഹെന്ന ഫ്ലോറൽ നോക്കാം. നമ്മളിപ്പോൾ ഹെന്ന ഫ്ലോറൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്നൊരു അറബിക് ഹെന്ന ഫ്ലോറൽ ഡിസൈൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. നമുക്ക് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസോ എന്തെങ്കിലും എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് വരച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ട് അങ്ങനെ യോജിപ്പിച്ചുകൊണ്ടും റൗണ്ട് വരയ്ക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാ 3 ലീഫുകളാണ് വരയ്ക്കുന്നത്. പിന്നെ ലീഫിൻ്റെ ഉള്ളിലേക്ക് ഓരോ തിന്നായിട്ടുള്ള ലൈന് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഡിസൈനിൽ കൊടുക്കുന്നത്. അതായത് ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കൊടുക്കുക, കണ്ടില്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് ലീഫുകളാണ് കൊടുക്കുന്നത്. 2 സൈഡിലോട്ടും ഓരോ ലീഫും പിന്നെ സെൻറ്ററിൽ ഒരു ലീഫും അതുപോലെ ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തിന്നായിട്ടുള്ള ഒരു ലൈനും കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം തൊട്ട് അടുത്തായിട്ട് അടുത്തൊരു സർക്കിളും കൂടെ വരയ്ക്കുകയാണ്. ആ ലൈനിൽ ടച്ച് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഒരു സർക്കിളും കൂടെ വരയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിക്കൊണ്ട് ഹംസാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നീളത്തിലുള്ള ഹംസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരേ വലുപ്പത്തിൽ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ ഹംസൊക്കെ നീറ്റായിട്ട് ഇടുന്നത് എങ്ങനെയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ നമ്മൾ ഹംസ് ഇതാ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫ്രിൽസ് ആണ് കേട്ടോ. ഈ ഹംസിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹംസും ഫ്രിൽസൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർക്കിൾ വരച്ച് ഹംസ് വരച്ച് അതിന് ചുറ്റും ഫ്രിൽസ് കൊടുത്ത് ഇനി നമുക്ക് ഒരു സർക്കിളും കൂടെ ഈ ഫ്രിൽസിന് മുകളിലായിട്ട് കൊടുക്കാം, കണ്ടില്ലേ ഇതുപോലെ. ശേഷം നമുക്ക് ആ ഒരു ഉള്ളിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ബോൾഡാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രിൽസിൻ്റെ മുകളിലായിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സേളാണ് വരയ്ക്കുന്നത്. ചെറിയ സേളുകൾ അതിന് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആണ് സേൾസ് വരച്ച് കൊടുക്കേണ്ടത്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമുക്കൊരു 8 9 ഒക്കെ സേൾ ഇതിൽ വരച്ച് കൊടുക്കാം. നല്ല സിമ്പിളാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മൾ ബാക്ക് ഹാൻഡിലൊക്കെ കൂടുതലായിട്ട് ഇടുന്നൊരു ഡിസൈനാണ് കേട്ടോ ഇത്. കണ്ടോ, ഈ ഒരു സേൾ മുഴുവനായിട്ടും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ സേളിൻ്റെ എല്ലാ സേളിലും നമ്മൾ ഹംസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ വരച്ച അത്ര വലുപ്പത്തിലുള്ള ഹംസ് വേണ്ട, കുറച്ച് ചെറിയ രീതിയിലുള്ള ഹംസ് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മുഴുവൻ സേളിലും നമ്മൾ ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഹംസ് വരയ്ക്കുമ്പോൾ പരസ്പരം 2 ഹംസുകൾ തമ്മിൽ കൂട്ടി മുട്ടിക്കരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ഡിസൈന് കൊടുക്കാനാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഹംസ് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരേ വലുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് വരയ്ക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത് വൈൻസാണ് കൊടുക്കുന്നത്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമ്മൾ വൈൻസ് കൊടുക്കുകയാണ്. 2 വൈൻസ് ഈ ഹംസിനോട് ചേർന്നിട്ടും പിന്നെ സെൻറ്ററിൽ ഒരൊറ്റ വൈനും ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വൈൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേറെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ വരയ്ക്കുന്ന വൈൻസാണ്. അതായത് നമ്മൾ ടിയർ ഡ്രോപ്സ് ഒക്കെ പഠിച്ച ആ ഒരു സമയത്ത് ടിയർ ഡ്രോപ്സും വൈൻസൊക്കെ ഡിഫറൻസും അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള വൈൻസാണ് നമ്മൾ ഈ ഒരു അറബിക് ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മൾ ബാക്ക് ഹാൻഡിലായാലും ഫ്രണ്ടിലായാലും നല്ല അടിപൊളി ആയിട്ട് ഉള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവൻ ഹംസിൻ്റെ അടുത്തും ആ ഗ്യാപ്പിൽ
വൈൻസ് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ബോൾഡ് ചെയ്തിട്ട് പിന്നെ തിന്നായിട്ടൊരു ലൈൻ, അങ്ങനെയാണ് നമ്മൾ വൈൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അറബിക് ഹെന്ന ഫ്ലോറലാണ് ഇന്ന് നോക്കിയത്. അപ്പോൾ കാണുമ്പോൾ ഒരു ഹെവി ആയിട്ട് തോന്നുമെങ്കിലും വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ കൊടുക്കാട്ടോ. ഞാൻ ഇവിടെ ഒരു എളുപ്പമുള്ള ഡിസൈൻ എടുത്തതെന്നുള്ളൂ. അതായത് ഇതിൽ ലീഫും 3 ലീഫുകൾ വരച്ചിട്ടുള്ള ഡിസൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയൾ വരയ്ക്കുക, അതല്ലെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഇടാം, വേറെ ഏതെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.